ഹായ് ഹലോ എല്ലാവരും ഉഷാറായിട്ട് പഠിത്തത്തിലാണല്ലോ അല്ലേ? കുറച്ച് ദിവസമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്രദ്ധ മാറിപ്പോവരുത്. നമ്മൾ കെമിസ്ട്രിയിൽ 7ാമത്തെ പാഠം ഏതാ വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങൾ അതാണല്ലോ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഷോർട്ട് നോട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് പേർ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ ഷോർട്ട് നോട്ട് എങ്ങനെയാണ് ചെയ്യണേന്ന്. എന്തിനാ ഷോർട്ട് നോട്ട് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഒരു ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് പുസ്തകവും ബുക്കും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു 15 മിനിറ്റ് എടുക്കും എന്ന് വിചാരിക്കുക. അത് നമ്മൾ ഷോർട്ട് നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റിൽ നമുക്കത് റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഷോർട്ട് നോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഷോർട്ട് നോട്ട് എഴുതുമ്പോൾ ഒരിക്കലും നമ്മൾ പുസ്തകത്തിലുള്ളത് ബുക്കിലുള്ളത് മുഴുവനും അങ്ങനെ തന്നെ എഴുതല്ല ചെയ്യുന്നത്. നമുക്കത് പിന്നെയും റിവൈസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവണം എന്താണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഏതെങ്കിലും പോയിന്റ് നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് പിന്നെ റെഫർ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത് കണ്ട് പേടിക്കണ്ട കേട്ടോ. ഞാൻ ഈ സിസ്റ്റത്തിൽ എഴുതുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടിൽ ഇങ്ങനെ ആയിപ്പോയതാണ്. കുഴപ്പമില്ല, ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമ്മളെന്താ ആദ്യം നമുക്ക് അമോണിയ, അതായത് നമ്മൾ ആ പാഠത്തിൽ പഠിച്ച അമോണിയയെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അമോണിയയുടെ ഒരു ഷോർട്ട് നോട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, അമോണിയ എന്ന് പറയുന്നത് NH3 ആണ്, നമുക്കറിയാം. അതിനൊരു ബേസിക് സ്വഭാവമാണ്, അതും നമുക്കറിയാം. പിന്നെന്താ, അമോണിയയുടെ നിർമ്മാണത്തിൽ നമ്മൾ ലാബിൽ അമോണിയയുടെ നിർമ്മാണത്തിൽ അതിൻ്റെ ഒരു ഇക്വേഷനാണിത്. അപ്പോൾ ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഇമേജ് നമുക്ക് മനസ്സിലാകണം. എന്താ, ചിരിച്ചു വെച്ചിരിക്കുന്ന ഒരു ബോയിലിംഗ് ട്യൂബ് ഉണ്ട്. അവിടെ നിന്ന് ഉണ്ടാകുന്ന വാതകത്തിനെ നമ്മളൊരു ശോഷക സ്തംഭത്തിൽ നീറ്റുകക്ക കാൽസ്യം ഓക്സൈഡ് ഉള്ള ഒരു ശോഷക സ്തംഭത്തിലൂടെ കടത്തി വിടുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെന്താ, തലകീഴായി കമത്തി വെച്ചിരിക്കുന്ന ഗ്ലാസ് ജാറിലേക്ക് നമ്മൾ ഉണ്ടാകുന്ന വാതകത്തിനെ കളക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ വന്നു. ഓക്കെ, ഇനി എന്തിനാണ് നീറ്റുകക്കയിലൂടെ കടത്തിവിടുന്നത്? അതിന് വായുവിനേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ട് നമ്മളതിനെ കമത്തി വെച്ചിരിക്കുന്ന ഗ്ലാസ് ജാറിലൂടെ കടത്തിവിടുന്നു. അത് നമുക്ക് മനസ്സിലേക്ക് വന്നു അല്ലേ? ഇനി വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ അമോണിയ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് എന്ത്, ഹേബർ പ്രക്രിയ എന്ന് പറയുന്നത്. അതിൻ്റെ കെമിക്കൽ ഇക്വേഷനാണ് ഇത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഇക്വേഷൻസുകളെല്ലാം പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇനി അവിടെ നമ്മൾ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് സ്പോഞ്ച് അയണാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താ ഈ ഒരൊറ്റ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലായി. എത്ര നേരം എടുത്തു ഇത് റിവൈസ് ചെയ്യാനായിട്ട്? അപ്പോൾ പല പ്രാവശ്യം ഇത് റിവൈസ് ചെയ്യുന്ന സമയം നമുക്ക് ഇത്രയും സമയം കൂടെ എടുക്കില്ല. ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലായി. ഇതിൻ്റെ ഉപയോഗങ്ങൾ കേട്ടോ, മറന്നു പോകരുത്. ഏതെങ്കിലും ഒരു 5 ഉപയോഗങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക, അത് ഉപയോഗപ്പെടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക, ഫോക്കസ് മാറിപ്പോവരുത്. ഡൗട്ടുള്ള പാഠഭാഗങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്.